നമ്മുടെ സാദാ വൈറ്റും പിങ്കും റെഡും പാസ്ത അല്ലാതെ നമുക്കിന്നൊരു വെറൈറ്റി പാസ്ത ട്രൈ ചെയ്ത് നോക്കിയാലോ? ട്രസ്റ്റ് മീ, നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കൂ. കാരണം അത്രയ്ക്കും ടേസ്റ്റാണ് ഇതിനായിട്ട് നമുക്ക് 1 കപ്പ് പാസ്ത 2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് എൽബോ പാസ്തയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്ത യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ പാക്കേജിൻ്റെ പുറത്ത് കാണും എത്രയാണ് ഇതിൻ്റെ ബോയിലിംഗ് ടൈം എന്ന്. അതിനനുസരിച്ച് വേണം ബോയിൽ ചെയ്തെടുക്കാൻ. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് വേവിക്കുന്നുണ്ട്. ഇതൊരു 90% കുക്കായോന്ന് നോക്കിയിട്ട് ഇത് ഓഫ് ചെയ്ത് വെക്കാം. പിന്നെ ഇതിൻ്റെ പാസ്ത വാട്ടർ കുറച്ചെടുത്ത് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് സോസിനായിട്ട് ഒരു കുഞ്ഞ് സബോളയും പിന്നെ ഒരു തക്കാളി 5-6 വെളുത്തുള്ളിയും എടുക്കുന്നുണ്ട്. ഇതൊക്കെ നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് വെക്കുക. ഇനി ഇതൊരു പനീർ പാസ്ത ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ 200 ഗ്രാം പനീറിൻ്റെ 1/3 കൂടെ എടുക്കുന്നുണ്ട്. ഇത്ര ഇൻഗ്രീഡിയൻസ് ഒരു പാനിലിട്ട് ഒന്ന് ജസ്റ്റ് സോട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കശ്മീരി ചില്ലി പൗഡറും നമ്മുടെ പാസ്തയുടെ വാട്ടറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇതൊന്ന് മൂടി വെച്ച് വേവിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ഇതിൻ്റെ സ്റ്റൗ ഓഫാക്കി കുറച്ച് നേരം ഇതൊന്ന് തണുക്കാൻ വെച്ചിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഇതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. പിന്നെ നമ്മുടെ സെയിം പാനിലേക്ക് തന്നെ കുറച്ച് ബട്ടറും കൂടെ മെൽറ്റ് ചെയ്ത് അതിലേക്ക് നമ്മുടെ ഈ ഒരു അരച്ച് വെച്ച സാധനം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ വേവിച്ച് വെച്ച പാസ്ത ഇതിലേക്ക് ചേർക്കുക. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് നമ്മുടെ പെപ്പർ പൗഡർ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇതെല്ലാം നന്നായിട്ട് മിക്സാക്കി ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പാസ്ത ഫുള്ളായിട്ട് കുക്കാവുന്നതായിരിക്കും. 5 മിനിറ്റിന് ശേഷം നമ്മുടെ അടിപൊളി ടേസ്റ്റി പനീർ പാസ്ത റെഡി ആയിട്ടുണ്ട്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.